ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെഷൻ ഒരുക്കുന്ന പാഠപഠന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന 9ാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ തലവാചകം ജീവൻ്റെ ഉറവിടം, ദ സോഴ്സ് ഓഫ് ലൈഫ്. ഈ പാഠം നമുക്ക് ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതത്തിൽ വാസം ചെയ്യുന്ന ദൈവമേ, തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗാസുരങ്ങൾ അധിവസിക്കുന്നവന് ഞങ്ങളുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാജാതിരാജാവും കർത്താവുമായ തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷത്തിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ഈ പാഠം ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന നന്ദി അർപ്പിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവിനാൽ എഴുതി തയ്യാറാക്കപ്പെട്ട ഈ പാഠം പഠിപ്പിക്കുന്ന അടിയനെയും പരിശുദ്ധാത്മാവിനാൽ അവിടെ നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പാഠത്തിൽ ഉൾക്കൊള്ളുന്ന മർമ്മങ്ങൾ മനസ്സിലാക്കേണ്ടതിനും നമ്മുടെ ജീവിതത്തെ ഓരോ പാഠങ്ങൾ പഠിക്കുന്നതിലൂടെ ദൈവത്തിലേക്ക് അടുക്കേണ്ടതിനും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല പാപങ്ങളും അവിടെ നിന്ന് പോക്കുമാറാണേ കർത്താവ്. യേശുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മുദ്രയിട്ട് കാത്തുകൊള്ളുമാറാകണമെന്ന് യേശു ക്രിസ്തു നാമത്തെ താഴ്മയാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്നു പ്രിയ പിതാവേ, ആമേൻ. നമുക്ക് മനപ്പാഠ വാക്യത്തിലേക്ക് പോകാം. നമ്മുടെ മനപ്പാഠ വാക്യം എടുത്തിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്നാണ്. കർത്താവെ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ എങ്ങനെ വഴി അറിയുമെന്ന് തോമസ് പറഞ്ഞതിന് ആൻസറായിട്ട് കൊടുത്തതാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്നത് യേശു ക്രിസ്തുവിൻ്റെ മറുപടിയാണ് നമ്മൾ ഓർക്കണം. ശരിക്കും നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചു വരുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ എന്താണ്, യേശു ആരാണെന്ന് കൂടുതലായിട്ട് നമ്മൾ വെളിപ്പെടുത്തി തരികയാണ് യഥാർത്ഥത്തിൽ യോഹന്നാൻ ചെയ്യുന്നത്, അല്ലെ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെ വചനമെന്ന് യേശുവാണ്, അല്ലേ? അപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നെന്നും ദൈവത്തോടു കൂടി യേശു ആയിരുന്നുവെന്നും യേശു മുഖാന്തരമാണ് സകല ഉളവായതെന്നും അവനെ കൂടാതെ ഒന്നും ഉളവായതില്ലെന്നും എന്നൊക്കെയാണ് നമ്മൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം 1 മുതൽ 5 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ കാണുന്നത്. ശരിക്കും യേശുവിനെ കൂടുതലായിട്ട് മനസ്സിലാക്കി തരിക, ജീവൻ്റെ ഉറവിടമായ യേശുവിനെ കൂടുതലേക്ക് മനസ്സിലാക്കി തരിക എന്നാണ് യോഹന്നാൻ്റെ ഉദ്ദേശമെന്ന് ഈ ഭാഗത്തിലൂടെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നു. നമ്മൾ പഴയ നിയമ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ശരിക്കും മോശ കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്ന് കണ്ടത് ആരെയാണ്? ദൈവത്തെയാണ്, അല്ലേ? ആ ദൈവത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? അവിടെ പുറപ്പാട് 3-ന്റെ 14-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നു? ഞാനാകുന്നവൻ ഞാനാകുന്നു, ഐ ആം ദാറ്റ് ഐ ആം. ശരിക്കും നമ്മൾ ആരെങ്കിലും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും? ഒന്നുകിൽ എൻ്റെ അച്ഛൻ്റെ പേര് പറയും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കുടുംബത്തിൻ്റെ പേര് പറയും, ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന സ്ഥലത്തു നിന്ന് വന്നാണെന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ പൊതുവേ നമ്മളെ തന്നെ ഒരാൾ പരിചയപ്പെടുത്തുക. പക്ഷേ ദൈവം എങ്ങനെയാണ് ദൈവത്തെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്നത്? ഞാനാകുന്നവൻ ഞാനാകുന്നു, ഐ ആം ദാറ്റ് ഐ ആം. ഇന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത് എന്താണ്? ഈ ജീവൻ്റെ ഉറവിടമായ ദൈവം എന്താണ്? ആരാലും ഒരു മനുഷ്യനാലും ജനിക്കപ്പെട്ടവനല്ലെന്നും ആരാലും സൃഷ്ടിക്കപ്പെടുകയോ നിർമ്മിക്കപ്പെടുകയോ ചെയ്തതല്ല എന്നുകൂടെ നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നു. ഈ ഞാനാകുന്നവനാണ് ശരിക്കും എന്താണ്? കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി ജഡമായി പിൽക്കാലത്ത് മനുഷ്യരുടെ ഇടയിൽ പാർത്ത ആരാകുന്നു? കർത്താവായ യേശു ക്രിസ്തു ആകുന്നുവെന്ന് നമ്മൾ കാണുന്നുണ്ടല്ലേ? അപ്പോൾ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് വന്നവൻ്റെ ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്നാണ്. പിതാവിൽ നിന്ന് വന്ന ഏകജാതനായാണ് കർത്താവ് യേശു ക്രിസ്തു. ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ തേജസ് പിതാവിൽ നിന്ന് വന്ന ഏകജാതൻ്റെ തേജസ്സായി കണ്ടുവെന്ന് യോഹന്നാനും ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ശരിക്കും നമ്മളിവിടെ മനസ്സിലാകുന്ന എന്താണ്? പിതാവിൻ്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ നിത്യജീവനിലേക്ക്, രക്ഷയിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്താണ്? പിതാവ് അയച്ച ഏകജാതനായ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ജീവൻ്റെ ഉറവിടത്തെക്കുറിച്ചാണ് ഈ ആഴ്ചത്തെ പാഠത്തിൽ മുഴുവൻ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ജീവൻ്റെ ഉറവിടത്തെ മനസ്സിലാക്കിയിട്ടും അനുസരിക്കാതെ പോകുന്ന എന്തുകൊണ്ടെന്നും അതിനുശേഷം അവർക്ക് അങ്ങനെ പോകുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ട് എന്നതിനെക്കുറിച്ചാണ് ഈ ആഴ്ചയിലെ പാഠം നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. നമുക്ക് ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ഞായറാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ഇൻ ഹിം വാസ് ലൈഫ്. യേശു ദൈവമാണെന്ന് വ്യക്തമായി തെളിയിക്കുന്ന വാക്യങ്ങളാണ് ഇത് 1-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, അല്ലേ? ആ വാക്യങ്ങൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു പോയതേ ഉള്ളൂ. അതിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് യേശു ദൈവമാണെന്ന്. 1-ന്റെ 4-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താണ്? അവന് ജീവൻ ഉണ്ടായിരുന്നു എന്ന് കാണുന്നു.
അപ്പോൾ യേശു ദൈവമാണ്. ആദിയിലെ യേശു ദൈവത്തോടൊപ്പം തന്നെ ആയിരുന്നു. യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവനാണ് നമുക്ക് നൽകപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ജീവനാണ് ശരിക്കും എന്താണ് നമ്മുടെ മൂക്കിലൂടെ ഓടിയ ജീവശ്വാസം അല്ലെങ്കിൽ ബ്രെത്ത് ഓഫ് ലൈഫ് എന്ന് നമ്മൾ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോഴാണ് നമ്മൾ എന്തായി തീർന്നത്? ജീവനുള്ള ദേഹിയായി തീർന്നതെന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈ ജീവനുള്ള ദേഹി എന്നൊക്കെ നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ ജീവൻ എന്ന പദം ബൈബിളിൽ തന്നെ 25% കൊടുത്തിരിക്കുന്നത് പുതിയ നിയമപുസ്തകത്തിലാണ്. അതിൽ 36 പ്രാവശ്യം എവിടെ കൊടുത്തിരിക്കുന്നു? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം ഈ ജീവൻ എന്ന പദം യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ 3-ാം അധ്യായം 36-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്ന് കാണുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്ന് കാണും. അപ്പോൾ എന്താണ് നമ്മൾ നിത്യജീവൻ എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് നമ്മുടെ നിത്യജീവൻ? നമുക്കിപ്പോഴും ജീവനുണ്ട് അല്ലേ. അപ്പോൾ ഈ ജീവൻ നിത്യജീവനാണോ? അല്ല അല്ലേ. നമ്മൾ എന്താണ്? പാപത്തിൽ മരിച്ചവരായതുകൊണ്ട് തന്നെ നമുക്ക് പാപത്തിൻ്റെ ശമ്പളമായ മരണം ഏറ്റുവാങ്ങേണ്ടതാണ്. അപ്പോൾ ഒരു നിത്യജീവൻ ലഭ്യമാവുന്നത് എപ്പോഴാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതുകൊണ്ടാണ്. കാരണം എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശു നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ടാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിത്യജീവൻ എപ്പോഴും എന്താണ്? രക്ഷയുടെ വാഗ്ദാനമായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ ഈ രക്ഷയുടെ വാഗ്ദാനമായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെടുന്ന നിത്യജീവനാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് സൃഷ്ടിപ്പിൽ പാപത്തിൽ വീണ് പോയപ്പോൾ എന്താണ്? ആ പാപത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. അപ്പോൾ യേശുവിൽ ഇത് വിശ്വസിക്കുന്നവർക്കാണ് എന്ത് ലഭിക്കുന്നത്? നിത്യജീവൻ ലഭിക്കുന്നതെന്ന് നമ്മൾ പഠിക്കുന്നു. ഈ പാഠഭാഗത്തിന് ഒരു ക്വസ്റ്റ്യനാണ്, യേശു എന്തിനാണ് ഭൂമിയിൽ വന്നത് എന്നാണ്. അപ്പോൾ യേശു എന്തിനാണ് ഭൂമിയിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ കണ്ടെത്താം. യോഹന്നാന്റെ സുവിശേഷം 3-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ എന്താണ്? ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് ദൈവം എന്ത് ചെയ്ത്? പിതാവായ ദൈവം ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതെന്ന് ഈ വാക്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യരും ഭൂമിയിൽ മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ട് പാപത്തിലകപ്പെട്ടു പോയ എല്ലാ മനുഷ്യരും പാപികളാണ്. ആരും തന്നെ നശിച്ചു പോകാതെ അവർക്ക് ദൈവത്തോടൊപ്പം നിത്യമായി ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്ന് ജീവിച്ച് ക്രൂശിൽ മരിക്കപ്പെട്ടതെന്ന് നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലേ. ശരിക്കും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാവുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഥ നോക്കും, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? സർപ്പത്തിൻ്റെ കടിയേറ്റുകൊണ്ടിരിക്കുന്നവരെല്ലാവരും മോശ ഉയർത്തി സർപ്പത്തെ നോക്കിയപ്പോൾ എന്ത് ചെയ്തു? ആ കടിയിൽ നിന്ന് സുഖം പ്രാപിച്ചു, ഹീൽ ചെയ്യപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ എല്ലാവരുടെ പാപം വഹിച്ചുകൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? കാൽവറി ക്രൂശിൽ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ കാൽവറി ക്രൂശിൽ മരിച്ച കർത്താവായ യേശുവിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പാപം, ആ അസുഖം അല്ലാതെ പാമ്പിൻ്റെ കടി ഹീൽ ചെയ്യപ്പെട്ടതുപോലെ നമ്മുടെ പാപങ്ങളെല്ലാം എന്ത് സംഭവിക്കുന്നു? മാറ്റപ്പെടുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ കൂടെ പ്രവൃത്തിയും കൂടെ വേണമെന്ന് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുന്ന ഏവനും എന്ത് ചെയ്യുന്നുണ്ട്? അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതും തന്നെയാണ്. അപ്പോൾ കാൽവറിയിൽ ഉയർത്തപ്പെട്ട യേശുവിലേക്ക് നോക്കുന്ന നമ്മൾക്ക് എന്തായിരിക്കും ലഭിക്കുന്നത്? നിത്യജീവനാണ് ലഭിക്കുന്നത്. അപ്പോൾ നിത്യജീവൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആരെ ഓർക്കണം? കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർക്കേണ്ടതാണ്. നമ്മൾ 6-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ എന്ത് നമ്മൾ കാണുന്നു? പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്, യേശു അവനെ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പി. ആരാണ് പുത്രൻ? നമ്മൾ പഠിച്ചു കർത്താവായ യേശു ക്രിസ്തുവാണ് പുത്രൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്ത് ലഭിച്ചിരിക്കുന്നു? നിത്യജീവനുണ്ട്. അവരെന്താണ്? അന്ത്യനാളിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതായിരിക്കും. അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് ശേഷമാണ് നമുക്ക് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യമായ സ്വർഗത്തിൽ നിത്യജീവനിൽ നിത്യമായി ജീവിതത്തോടുകൂടെ നിത്യജീവനിൽ വാസം ചെയ്യാൻ കഴിയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ നിത്യജീവൻ നമുക്ക് എല്ലാവർക്കും ലഭിക്കേണ്ടതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് തിങ്കളാഴ്ച ഭാഗത്തിലേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം നിത്യജീവൻ്റെ വചനം, ദ വേർഡ്സ് ഓഫ് ഇറ്റേണൽ ലൈഫ്.
ശരിക്കും നമ്മൾ നോക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 61 മുതൽ 68 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം കുടിക്കുന്നതിനെക്കുറിച്ചും ശരീരം ഭക്ഷിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് എന്താണ് ചില ശിഷ്യന്മാർ പിറുപിറുത്തിട്ട് പിരിഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് യേശു ക്രിസ്തു അവരോട് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ പത്രോസ് പറയുന്ന ഒരു മറുപടിയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം. നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്നാണ് പത്രോസിൻ്റെ വചനം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഇന്ന് തിങ്കളാഴ്ചത്തെ ഭാഗം പഠിക്കുന്നത് എന്താ? നിത്യജീവൻ്റെ വചനങ്ങളാണ്. അപ്പോൾ നിത്യജീവൻ്റെ വചനങ്ങൾ ആരെ പക്കലാണ് ഉള്ളത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പക്കലുണ്ട് എന്ന് പത്രോസ് ഇവിടെ സാക്ഷ്യം പറയുന്നുണ്ട് അല്ലേ. ശരിക്കും നമ്മൾ എന്താണ് യോഹന്നാൻ്റെ സുവിശേഷം 6:25 വാക്യം 40, 47, 54, 68 തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് യേശു പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നാണ്. ശരിക്കും നമ്മളൊരു ആഹാരം, ഒരു ഭക്ഷണം നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് കൊണ്ട് ആ ഭക്ഷണത്തിൻ്റെ ബെനിഫിറ്റ് നമുക്കൊരിക്കലും ലഭിക്കുന്നില്ല. ആ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോഴാണ് ശരിക്കും ആ ഭക്ഷണത്തിൻ്റെ ബെനിഫിറ്റ്സ് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട് എന്ന് ജസ്റ്റ് അറിയുകയും വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് യേശു ഉണ്ട് എന്ന് അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എന്താണ് നമുക്ക് നിത്യജീവൻ ലഭ്യമാവുന്നില്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? നിത്യജീവൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ആ ശരീരത്തെ ഭക്ഷിക്കുമ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? യേശുവിനെ നമ്മൾ അനുസരിക്കുമ്പോഴാണ്, വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് നിത്യജീവൻ ലഭിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ യോഹന്നാൻ 5:24 വാക്യത്തിലേക്ക് പോകുമ്പോൾ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ എന്താണ്? നിത്യജീവൻ ഉണ്ട് എന്ന് പറയുന്നു. എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ. വചനം കേട്ട് എന്താണ്? അത് വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ യേശുവിനെ ആരയച്ചതാണ്? പിതാവായ ദൈവം യേശു നമ്മളെ അയച്ചാണ്. എന്തിനാണ് അയച്ചത്? നമുക്ക് വേണ്ടി അയച്ചാണ്. എന്തിനാണ് അയച്ചത്? നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അയച്ചത്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുക എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, വിശ്വാസത്തിൽ എന്തടങ്ങിയിരിക്കുന്നു? അനുസരണവും പ്രവൃത്തിയിലുള്ള അനുസരണവും അടങ്ങിയിരിക്കുന്നു എന്ന് ഓർത്തിരിക്കേണ്ടതാണ്. യാക്കോബിൻ്റെ ലേഖനം 2:21 വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വെറുതെ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്താണ്? യേശു പറയുന്നത് കാര്യങ്ങൾ അനുസരിക്കുക എന്നാണ്. നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയെ വിശ്വസിക്കുകയാണ് എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് അതൊരു സ്നേഹമോ വിശ്വാസമോ ഒന്നും ആകുന്നില്ല. അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ ആ മനുഷ്യന്, ആ വ്യക്തിക്ക് ബോധ്യപ്പെടണം അല്ലേ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയാണ്, സ്നേഹിക്കുകയാണ് എന്ന് പറയാനാണെങ്കിൽ യേശുവിന് നമ്മുടെ പ്രവൃത്തിയിലൂടെ എന്തുണ്ടാവണം? യേശുവിനത് ബോധ്യപ്പെടണം. അപ്പോഴാണ് അത് യേശുവിലുള്ള വിശ്വാസമായിട്ട് യേശു കണക്കാക്കുന്നത്. ഉദാഹരണമായിട്ട് യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 19 വാക്യത്തിൽ എന്താണ്? പിശാചുക്കൾ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ യേശുവിൽ പിശാചുക്കളും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നതെന്ന് കാണുന്നുണ്ട്. അപ്പോൾ പിശാചും വിശ്വസിക്കും. പിശാചിന് എന്ത് തരമുള്ള വിശ്വാസമുണ്ട്? വിറയ്ക്കുന്ന യേശുവിനെ കാണുമ്പോൾ വിറയ്ക്കുന്ന വിശ്വാസമേ പിശാചിനുള്ളൂ. പക്ഷെ എന്തുണ്ടായിരിക്കണം? യേശുവിനെ കാണുമ്പോൾ രക്ഷയുടെ, നിത്യജീവൻ കിട്ടുന്ന പ്രത്യാശയുടെ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത്. ഒരു ഭൂതബാധിതനായ മനുഷ്യൻ്റെ അടുത്ത് യേശു വന്നപ്പോൾ എന്താണ് ആ ഭൂതബാധൻ ചോദിച്ചത്? എന്താണ്? സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ യേശു ക്രിസ്തു ഉണ്ടെന്ന് ആരും വിശ്വസിക്കുന്നു? ഭൂതങ്ങളും അല്ലെങ്കിൽ പിശാചുക്കളും വിശ്വസിക്കുന്നു എന്നാണ്. പക്ഷേ എന്താണ്, അങ്ങനൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? യേശുവിൻ്റെ 2ാം വരവിൽ മലകളോടും പാറകളോടും നമ്മുടെ മേൽ വന്ന് വീഴുവിൻ, യേശുവിനെ കാണാതോണം വീഴുവിൻ എന്ന് പറയുന്ന വിറയ്ക്കുന്ന വിശ്വാസത്തിലേക്ക് പോകും. അപ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? യേശു ക്രിസ്തുവിൽ ഉണ്ടാകുന്ന വിശ്വാസം പ്രവൃത്തിയിലൂടെയുള്ള അനുസരണത്തിൻ്റെ വിശ്വാസമാണ് എന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. യോഹന്നാൻ 3:15, 16 വാക്യങ്ങൾ, അതുപോലെ തന്നെ 24-ാം അധ്യായം 24-ാം വാക്യം 6:4 വാക്യം എന്നിവയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പിന്നെയും കാണുന്നത് എന്താണ്? യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമായ വിശ്വാസം നമുക്ക് ലഭിക്കുമ്പോൾ എന്താണ്? അത് കേൾക്കുമ്പോൾ നമ്മെ തന്നെ ബോധപൂർവം എന്ത് ചെയ്യണം? അത് കേൾക്കേണ്ടതിന് ദൈവത്തിൽ സമർപ്പിക്കേണ്ടതാണ്. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്നതിൽ നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് നമ്മെ കൂടുതലേക്ക് നയിക്കുന്നതും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധ്യം, വിശ്വസിക്കേണ്ടതിന്, അനുസരിക്കേണ്ടതിന്, സ്നേഹിക്കേണ്ടതിനുള്ള ബോധ്യം നമുക്ക് നൽകുന്നതെന്ന് നമ്മളിവിടെ നിന്ന് കാണിക്കുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, നിത്യജീവൻ്റെ വചനം ആരുടെ പക്കലുണ്ട്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പക്കലുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവെ നമ്മൾ അനുസരണത്തിലൂടെ
വിശ്വസിക്കുകയും സ്നേഹിക്കുകയും വേണം. അപ്പോഴാണ് നിത്യജീവൻ നമുക്ക് ലഭ്യമാകുന്നതെന്നും നമ്മൾ തിങ്കളാഴ്ചത്തെ പാഠത്തിലൂടെ ഇപ്പം മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകവും വിശ്വാസവും പുതുജനനവും, ബിലീവ് ആൻഡ് ന്യൂ ബർത്ത്. യേശുവിൽ നാം വിശ്വസിക്കുകയും നമുക്ക് നിത്യജീവൻ ഉണ്ടാകുകയും വേണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ശരിക്കും എന്താണ് യേശു ക്രിസ്തു ആരാണെന്ന് യോഹന്നാന് 1-ാം അധ്യായം മുതലേ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ യോഹന്നാൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? യേശു ക്രിസ്തു ആരാണെന്ന് നമുക്ക് ബോധ്യപ്പെടണം, ദൈവമാണെന്ന് ബോധ്യപ്പെട്ട് നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. അങ്ങനെ നമുക്ക് നിത്യജീവിയിലേക്ക് നമ്മൾ എത്തപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പലതവണ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യത്തിലേക്ക് പോകുമ്പോൾ, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവരെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ കൈക്കൊണ്ടില്ല. അപ്പോൾ കൈക്കൊള്ളാത്തവർക്ക് എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും നിത്യജീവൻ നഷ്ടമാകും എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ അവനെ കൈകൊണ്ട് അവനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും എന്ത് പറ്റും? ദൈവമക്കളാകേണ്ടതിന് കഴിയും എന്നും നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതായത് റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ വിശ്വാസം കേൾവിയാൽ വരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, ആദ്യത്തെ പടിയെന്ന് പറയുന്നത് യേശുവിനെ കുറിച്ച് ഒരാൾ പറയുമ്പോൾ അത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണമെന്നാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മളത് വിശ്വസിക്കണമെന്നാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? അത് തിരുവചനം തുറന്ന് യേശുവിനെ കുറിച്ച് നമ്മൾ വായിച്ച് ബോധ്യപ്പെടുത്താൻ പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തിരുവചനം തുറന്ന് പഠിക്കേണ്ടതാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇത് മൂന്നും ചെയ്യുമ്പോൾ എന്താണ്? കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്ന് യോഹന്നാൻ മനസ്സിലാക്കപ്പെട്ടതുപോലെ നമുക്കും അതേ ഒരു അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കപ്പെടും എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇവിടെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ യേശുവിൽ വിശ്വാസം വേണമെന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലേ. നേരത്തെ നമ്മൾ യേശുവിൽ വിശ്വാസം വേണം, അനുസരിക്കണം, പ്രവൃത്തിയിലൂടെ അനുസരിക്കണമെന്ന് പഠിച്ചു കഴിഞ്ഞു. നമ്മളിവിടെ വിശ്വാസവും വേണം, എന്താണ്? പുതുജനനവും ഒരു പുനർജനനവും നമുക്ക് വേണമെന്നാണ്. പുതുജനനം എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ ഉദരത്തിൽ കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ ജനിക്കാൻ കഴിയത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പുതുജനനം സാധ്യമാകുന്നത്? ശരിക്കും നമ്മൾ ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ഒരു മുഷിഞ്ഞ വസ്ത്രം, ആ മുഷിഞ്ഞ വസ്ത്രത്തെ നമ്മളൊന്ന് തേച്ചെടുത്തത് കൊണ്ട് മാത്രം അതൊരു പുതുമയുള്ള അല്ലെങ്കിൽ പുതിയൊരു വസ്ത്രമായി തീരുന്നില്ല. പകരം എന്താണ്? ആ മുഷിഞ്ഞ വസ്ത്രത്തെ നമ്മൾ നന്നായിട്ട് അലക്കി വെളുപ്പിച്ച് ഉണക്കി തേക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ഒരു മുഷിഞ്ഞ വസ്ത്രത്തിൽ ഒരു പുതുമ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പുതിയ വസ്ത്രമായി തീരുന്നു അല്ലേ. ഒരു പുതുമയുള്ളൊരു വസ്ത്രമായി തീരുന്നു. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്വഭാവത്തെ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനാൽ നമ്മൾ യോഹന്നാൻ 16-18 വാക്യത്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ ബോധ്യപ്പെട്ടതുപോലെ എന്താണ് പരിശുദ്ധാത്മാവിനാൽ നമ്മളുള്ള ഏത് സ്വഭാവമാണ് മാറ്റണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങളെ എന്താണ്? അലക്കി വെളുപ്പിക്കണം. നമ്മുടെ സ്വഭാവങ്ങൾ എന്ത് ചെയ്യണം? നീക്കുമ്പോഴാണ് നമുക്ക് എന്താണ്? ഒരു പുനർജനനം അല്ലെങ്കിൽ ഒരു പുതുജനനം സാധ്യമാവുന്നത്. അപ്പോൾ എന്താണ്? വിശ്വസിക്കുകയും പുതുതായി ജനിക്കുകയും ചെയ്യണം. അതായത് എന്താണ്? നമ്മുടെ പഴയ സ്വഭാവങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നമ്മൾ എന്താണ്? ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപമായി തീരണം. അപ്പോഴെന്ത് സംഭവിക്കുന്നു? നമുക്ക് നിത്യജീവൻ അവിടെ സാധ്യമാവുന്നു. യേശു നമുക്ക് നൽകിയ രക്ഷയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ എഫെസ്യർക്കെഴുതിയ ലേഖനം 2-8 വാക്യത്തിലേക്ക് പോകുമ്പോൾ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്, അതിനും നിങ്ങൾ കാരണമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ശരിക്കും എന്താണ്? വിശ്വാസം എല്ലാം എന്താണ്? കൃപയാലാണ് നമുക്ക് നൽകപ്പെട്ടത്. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാണ്. എത്ര പാപം ചെയ്തിട്ടും യേശുവിനെ വിശ്വസിക്കാനായിട്ട് ദൂതന്മാരിലൂടെ, വചനത്തിലൂടെ, പ്രവാചകരിലൂടെ അല്ലെ, അങ്ങനെ ഓരോ വ്യക്തിയിലൂടെ നമ്മൾ ദൈവത്തിലേക്ക്, പരിശുദ്ധാത്മാവ് നമ്മൾ ദൈവത്തിലേക്ക് നയിക്കുന്നത് എന്താണ്? അതൊരു ഏറ്റവും വലിയൊരു കൃപയാണ്. അപ്പോൾ ഈ കൃപ നമ്മൾ നിലനിൽക്കുന്നിടത്തോളം കാലം എന്താണ്? നമ്മളതിനെ നിഷേധിക്കാൻ പാടില്ല. നമുക്ക് ബോധ്യപ്പെടുന്ന ഭാഗങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്നുകൂടെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ദൈവകൃപയാൽ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ ക്രമപ്പെടുത്തി പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴിയിലൂടെ നടന്ന് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക്, നിത്യജീവനിലേക്ക്, രക്ഷയിലേക്ക് എത്തപ്പെടേണ്ടതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ബുധനാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം ജീവൻ്റെ ഉറവിനെ ഉപേക്ഷിക്കുന്നത്, റിജക്റ്റിംഗ് ദ സോഴ്സ് ഓഫ് ലൈഫ്.
അപ്പോൾ ആരാണ് ജീവൻ്റെ ഉറവ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആരാണ് ജീവൻ്റെ ഉറവ്? കർത്താവായ യേശു ക്രിസ്തുവാണ് ജീവൻ്റെ ഉറവ്, അല്ലേ? നമ്മൾ മനപ്പാഠവാക്യത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നാണ്. അപ്പോൾ നമ്മളിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ യേശുവാണ് നമ്മുടെ ജീവൻ്റെ ഉറവ്. ഇന്നത്തെ ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ ജീവനും വെളിച്ചവും, അല്ലെങ്കിൽ വെളിച്ചവും അന്ധകാരവും നമ്മൾ ധാരാളമായി കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാനുള്ള എല്ലാ സോഴ്സുകളും ഇന്ന് ധാരാളമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്ധകാരത്തിൽ അധികമായി പോകാനുള്ള എല്ലാ സോഴ്സുകളും നമുക്കിപ്പോൾ ധാരാളമായി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ചോയ്സ് നമ്മുടേതാണ് എന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കണമെന്നാണ്, അല്ലേ? യോഹന്നാൻ 3:19 പോകുമ്പോഴോ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ജീവൻ്റെ ഉറവിനെ ഉപേക്ഷിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ജീവൻ്റെ ഉറവിനെ മനുഷ്യർ ഉപേക്ഷിക്കേണ്ടി വരുന്നത്? അതിന് ആൻസറാണ് യോഹന്നാൻ 3:19. എന്താണ്? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ വെളിച്ചത്തേക്കാൾ അവർ ഇരുളിനെ സ്നേഹിച്ചിരിക്കയാൽ എന്ത് ചെയ്യുന്നു? അവർ ജീവൻ്റെ ഉറവിനെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇന്ന് ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തപ്പെട്ടിട്ടും അപ്പോൾ എങ്ങനെയാണ് അനുസരിക്കേണ്ടതാണെന്നും എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതാണെന്നും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടും എന്താണ്, നമ്മൾ പാപം ചെയ്യുന്നത് കൊണ്ടും പാപത്തിൻ്റെ പ്രവൃത്തികൾ ആസ്വദിക്കുന്നത് കൊണ്ടും അതിലേക്ക് നമ്മൾ പോകുന്നതും എന്തിന് കാരണമായിത്തീരുന്നു? ജീവൻ്റെ ഉറവായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നതിന് കാരണമായി തീരുന്നുവെന്ന് നമ്മളിവിടുന്ന് മനസ്സിലാക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ സംഖ്യാപുസ്തകം 13 23 മുതൽ 33 വരെയുള്ള ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളവിടെ കാണുന്നത് എന്താണ്? കനാനിലേക്ക് 12 പേര് ഒറ്റുനോക്കാൻ പോയതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെ പോയി 12 പേരും ഒരുപോലെയാണ് അവിടെ കാര്യങ്ങൾ കണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവർ 12 പേരും കാര്യങ്ങൾ കണ്ടത് ഒരുപോലെയാണെങ്കിലും അവർ കൊടുത്ത റിപ്പോർട്ട് എങ്ങനെയാണ്? 2 തരത്തിലുള്ള റിപ്പോർട്ടാണ്. ഒരു ഗ്രൂപ്പുകാർ കൊടുത്ത എന്താണ്? 10 പേര് ചേർന്ന് കൊടുത്ത എന്താണ്? അവിടെ വലിയ മല്ലന്മാരുണ്ട്, അവർക്ക് നിറയെ ആയുധങ്ങളുണ്ട്, അവർക്ക് സൈനിക ശക്തികളുണ്ട്, അവർ നമ്മളെക്കാട്ടി വലിയ മനുഷ്യരാണ്, അവരുടെ മതിലുകളൊക്കെ വളരെ സ്ട്രോങ് ആണ്, അതുകൊണ്ട് എന്താണ് നമുക്കത് കീഴ്പ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ അവരെന്താണ് ഒരു മാനുഷിക കാഴ്ചപ്പാടിൽ അവർ വീക്ഷിച്ചത് കൊണ്ട് മാത്രം എന്ത് ചെയ്തു? ഒരു നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കാൻ കാരണമായി തീർന്നു. എന്നാൽ 2 പേര് എന്ത് കൊടുത്തു? അവരും ഇതൊക്കെ തന്നെയാണ് അവിടെ കണ്ടത്, അല്ലേ? ഇവർ കണ്ടതാണ് അവരും കണ്ടത്. പക്ഷെ അവർ കൊടുത്ത റിപ്പോർട്ട് എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമുക്കവിടെ കീഴടക്കാൻ പറ്റുമെന്ന് ഉള്ള റിപ്പോർട്ടും കൊടുത്തു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ 2 റിപ്പോർട്ടിന് കാരണമായി തീർന്നതെന്ന് നമുക്ക് ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും എന്താണ്? കനാൻ ദേശത്തിലേക്ക് അവർ വരുന്നതിന് വേണ്ടി എങ്ങനെയാണ് ദൈവം അവരെ വഴി നടത്തിയത്? പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായിട്ട് വഴി നടത്തി. ആഹാരമില്ലാതെ സ്വർഗത്തിൽ നിന്ന് മഞ്ഞ വർഷിച്ചവരെ വഴി നടത്തി. വെള്ളമില്ലായിരുന്നപ്പോൾ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചവരെ വഴി നടത്തി. പിന്നെ അതുപോലെ തന്നെ ചെങ്കടൽ പിളർന്ന് അവരെ വഴി നടത്തി. അപ്പോൾ ഇത്രയും ശക്തനായ ദൈവത്തെക്കാൾ ശക്തനല്ല അവിടെയുള്ള മല്ലന്മാരാണെന്നുള്ള കാഴ്ചപ്പാട് നെഗറ്റീവ് റിപ്പോർട്ട് കൊടുത്തവർക്ക് ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം. ശരിക്കും എന്താണ്? അവിടുത്തെ മല്ലന്മാർ ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തെക്കാട്ട് വലിയവരാണോ? ഇല്ല. അവിടെ ഒരു ദിവ്യമായ കാഴ്ചപ്പാടിലൂടെ അവിടെ പോയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ശരിക്കും ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഇതുപോലെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയും ജീവിതവും മരണവും ഉയർപ്പും അതിനെക്കുറിച്ചുള്ള വചനങ്ങളും പഠിപ്പീരുകളും എല്ലാം ലോകത്തിൽ നിന്ന് ധാരാളമായി നിലനിൽക്കുന്നുവെങ്കിലും എന്ത് ചെയ്യുന്നു? പകുതി പേരും ജീവൻ്റെ ഉറവിടനെ ഉപേക്ഷിക്കാൻ കാരണം എന്താണ്? അവർ ദൈവത്തിൻ്റെ ആ ശക്തിനെ കാട്ടി, ആ ദിവ്യത്വത്തെ കാട്ടി മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ ഭൂമിയിലുള്ളത് മാത്രം നോക്കുന്നു. അവരങ്ങനെ പാപത്തിൽ എൻജോയ് ചെയ്യാനും പാപം ചെയ്യാനും അത് ആസ്വദിച്ച് പോകാനും അവർ അത് തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ പാപത്തെ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ്? ജീവൻ്റെ ഉറവിനെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നുവെന്ന് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമുക്ക് നൽകപ്പെട്ട ചോയ്സിൽ എപ്പോഴും എന്തായിരിക്കണം? ദിവ്യത്വത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നമ്മൾ നീങ്ങേണ്ടതാണ് എന്നുകൂടെ ഈ ഭാഗം നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്ക് വ്യാഴാഴ്ച ഭാഗത്തിലേക്ക് പോകാം. വ്യാഴാഴ്ച ഭാഗത്തിൻ്റെ തലവാചകം ശിക്ഷാവിധി, കണ്ടംനേഷൻ. അപ്പോൾ ആർക്കായിരിക്കും ശിക്ഷാവിധി ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആർക്കായിരിക്കും ശിക്ഷാവിധി ലഭിക്കുന്നത്? ജീവൻ്റെ ഉറവിനെ ഉപേക്ഷിച്ചവർക്ക്. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ചവർക്കാണ് ശിക്ഷാവിധിയിലേക്ക് അല്ലെങ്കിൽ ന്യായവിധിയിലേക്ക് പോകാൻ കാരണമായത്. എന്താണ് ന്യായവിധി? ന്യായമായ വിധിയാണ് യഥാർത്ഥത്തിൽ ന്യായവിധി. എന്തുകൊണ്ടാണ് ഈ ന്യായമായ വിധി വരുന്നത്? ന്യായമായി കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ വെളിപ്പെടുത്തി കൊടുത്തിട്ടും ജീവൻ്റെ ഉറവായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ചവർക്കുള്ള ന്യായമായ വിധിയിലൂടെയാണ്
പാപികൾക്ക് ശിക്ഷാവിധി ഉണ്ടാകുന്നതെന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതായത് വെളിച്ചമായ യേശുവിനെ തള്ളിക്കളഞ്ഞ് പിശാചിൻ്റെ പരീക്ഷകളിലേക്ക് പോയി അത് ആസ്വദിച്ചവർക്കാണ്. പാപകരമായ പ്രവൃത്തിയിൽ, പാപകരമായ സംസാരങ്ങൾ, എല്ലാ അൺഹോളി അൺഫെയർ ഡീലിങ്സും ഇതിൽപ്പെടും. അവർക്കാണ് യേശുവിൻ്റെ ശിക്ഷാവിധിയിലേക്ക് അല്ലെങ്കിൽ അപ്പം ന്യായവിധിയിലുള്ള ശിക്ഷാവിധി അവർക്കാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ യോഹന്നാൻ 3:18 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. ആരിൽ വിശ്വസിക്കുന്നവന്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. എന്താണ് കർത്താവായ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വരാൻ കാരണം? അതിൽ തന്നെ 3:16 വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ദൈവം ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ അയച്ചു ലോകത്തെ സ്നേഹിച്ചു. ദൈവം അങ്ങനെയാണ് ഈ ലോകത്തെ പാപത്തിൽ നിന്ന് വിടുവിച്ചത്. തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറിയിൽ ക്രൂശ് മരണമാക്കിക്കൊണ്ട് സകല മനുഷ്യരെയും ആ രക്തത്തേക്ക് വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വിലയ്ക്ക് വാങ്ങിച്ച ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാത്ത സകലവർക്ക് എന്തുണ്ടാകുന്നു? ന്യായവിധി വന്നു കഴിഞ്ഞുവെന്ന് 18 വാക്യത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ് വിശ്വാസം എന്താണ്? പ്രവൃത്തിയിലൂടെ, അനുസരണത്തിലൂടെ കാണിക്കണം. വിശ്വസിച്ച് നമ്മളൊരു പുതുജനനത്തിലൂടെ നമ്മൾ വിശ്വാസം കാണിക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ പുതുജനനത്തിലൂടെയാണ് നമ്മൾ നിത്യജീവനിലേക്ക് എത്തപ്പെടുന്നതെന്ന ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നുണ്ട്. മത്തായി 4:1-4 വരെ വാക്യമ്പോൾ പ്രലോഭനത്തിൻ്റെ വിജന സ്ഥലത്ത് സാത്താൻ്റെ വഞ്ചനകളെ നേരിടുവാൻ എന്ത് തത്വങ്ങളാണ് ക്രിസ്തു ഉപയോഗിച്ചതെന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും പലവിധമായ പരീക്ഷണങ്ങളിലൂടെയും പലവിധമായ പ്രലോഭനങ്ങളിലൂടെയും പോകുന്നവരാണ്. കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? പരീക്ഷണത്തിലൂടെയും പ്രലോഭനത്തിലൂടെയും പോയി. അപ്പോൾ യേശു എന്ത് തത്വം ഉപയോഗിച്ചാണ് സാത്താൻ്റെ വഞ്ചനയെ നേരിട്ടതെന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മത്തായി 4:4 വാക്യത്തിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് യേശു പറഞ്ഞു. ശരിക്കും എന്താണ്? ആ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം യേശു ക്രിസ്തു ശരിക്കും വിശക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് പിശാച് ആ തക്ക സമയം യൂസ് ചെയ്തുകൊണ്ട് വന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഈ കല്ലിനെ അപ്പം മാറ്റി കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ യേശുവിനെ ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും യേശുവിനെ ആ കല്ലിനെ ഈസിയായിട്ട് അപ്പമാക്കി കഴിക്കാമായിരുന്നു. പക്ഷേ യേശു പിശാചിനെ അനുസരിച്ചില്ല എന്ന് നമ്മളവിടെ കാണേണ്ടതാണ്. പകരം യേശു എന്താണ് പറഞ്ഞത്? ബൈബിളിലെ അല്ലെങ്കിൽ തിരുവചനം ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞത്. മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല തൃപ്തി വരുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വചനം കൊണ്ടും തൃപ്തി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ആ പരീക്ഷണത്തെ അതിജീവിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ മറ്റ് 2 പരീക്ഷണങ്ങൾ ഇതുപോലെ വചനം ഉപയോഗിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 4:7 നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സാത്താൻ്റെ വഞ്ചനയെ ദൈവം അകറ്റിയത്, അതിൽ നിന്ന് മാറിയത്, എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നമ്മളും ഇതുപോലെ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും അകപ്പെട്ടു പോകുമ്പോൾ എന്തായിരിക്കണം? തിരുവചനത്തെ നമ്മൾ തീർച്ചയായിട്ടും ഓർക്കേണ്ടതാണ്. ഇത് പലപ്പോഴും നമ്മുടെ ഒരു മൈനസ് പോയിൻ്റാണ്. നമ്മളിതൊക്കെ പഠിച്ചു വെക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നൊരു പരീക്ഷണം വരുമ്പോഴും പ്രലോഭനം വരുമ്പോഴും മാനുഷികമായ കാഴ്ചപ്പാടിൽ നമ്മളത് നേരിടാൻ തുടങ്ങുകയും അങ്ങനെ അത് ഒരു ബാഡ് എൻഡിങ്ങിൽ പോവുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്? തിരുവചനത്തെ ആസ്പദമാക്കി നമ്മുടെ പരീക്ഷണങ്ങളെ നേരിടുന്ന ഒരു യേശു ഉപയോഗിച്ച അതേ തത്വം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ പാപം ചെയ്യാതിരിക്കേണ്ടതിനും സാത്താനെ അനുസരിക്കാതിരിക്കേണ്ടതിനും കാരണമായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തിന് നമ്മൾ ഒഴിവായി കിട്ടും? ന്യായവിധിയിൽ നിന്ന് അല്ലെങ്കിൽ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവായി കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ജീവൻ്റെ ഉറവായ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുകയും അനുസരിക്കുകയും പ്രവൃത്തിയിലൂടെ അനുസരിക്കുകയും നമ്മളൊരു പുതുജനനം സാധ്യമാക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? യേശുവിനെ ഉപേക്ഷിക്കാതെ അല്ലെങ്കിൽ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മൾ ഒഴിവായി കിട്ടുമെന്ന് നമ്മൾ വ്യാഴാഴ്ചത്തെ ഭാഗത്തിലൂടെ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ ശിക്ഷാവിധി ലഭിക്കുന്ന ആർക്കാണ്? ജീവൻ്റെ ഉറവിനെ ഉപേക്ഷിച്ച് കളഞ്ഞവർക്ക്. കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ച് ലോകത്ത് നൽകിയിട്ടും അത് കേൾക്കാനും വിശ്വസിക്കാനും വായിക്കാനും അനുസരിക്കാനും പ്രവർത്തിക്കാതിരിക്കാനും കൂട്ടാക്കിയവർക്കാണ് ഈ ശിക്ഷാവിധി വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വെള്ളിയാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് സിസ്റ്റർ വൈറ്റ് ചെയ്ത ഡിസയർ ഓഫ് ഏജസ് എന്ന ബുക്കിൽ ഗാഡ് വിത്ത് അസ് എന്ന ഭാഗം നമുക്കൊന്ന് വായിച്ച് നോക്കാവുന്നതാണ്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തു നമുക്ക് അർഹമായതുപോലെ പരിഗണിക്കപ്പെട്ടു. നമ്മുടെ അർഹമായത് എന്താണ്? മരണമാണ് നമുക്ക് അർഹമായത്. കാരണം പാപം ചെയ്ത് നമ്മൾ ദേഹിയെല്ലാം
മരിക്കാൻ അർഹമായതാണ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ആ പാപം ഏറ്റെടുത്ത് മരിച്ചു നമ്മൾ ഓർക്കണം. തനിക്ക് അർഹമായതുപോലെ നാം പരിഗണിക്കേണ്ടതാണ് ആരെ? ക്രിസ്തുവിനെ. അപ്പോൾ ക്രിസ്തു നമ്മളെ നിത്യജീവൻ നൽകേണ്ടവന് ഇത്രയും വലിയൊരു പ്രവൃത്തി ചെയ്യുന്നത് എന്താണ്? നമ്മൾ അത് പരിഗണിച്ച് തിരിച്ച് ദൈവത്തെ അനുസരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് യാതൊരു പങ്കും ഇല്ലാതിരുന്ന തൻ്റെ നീതിയാൽ നാം നീതീകരിക്കപ്പെടേണ്ടതിന് തനിക്ക് യാതൊരു പങ്കും ഇല്ലാതിരുന്ന നമ്മുടെ പാപങ്ങൾക്കായി അവിടെ നിന്ന് ശിക്ഷിക്കപ്പെട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതിയിൽ നമുക്ക് യാതൊരു പങ്കുമില്ല. നമ്മുടെ ശിക്ഷാവിധിയിലും മരണത്തിലും പാപത്തിനും യേശുവിന് യാതൊരു പങ്കുമില്ല. അപ്പോൾ യേശു നമുക്ക് ഇത്രയും വലിയൊരു കാര്യം ചെയ്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനെ ആ രീതിയിൽ പരിഗണിച്ച് അനുസരിക്കണമെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. തൻ്റേതായ ജീവൻ നമുക്ക് ലഭിക്കേണ്ടതിന് നമ്മുടേതായ മരണം അവിടുന്ന് അനുഭവിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലൂടെ മരണത്തിലൂടെ പാപത്തിൽ നിന്ന് നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് ഈ ഭാഗത്തു നിന്നൂടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. നമുക്ക് ചർച്ചയ്ക്കുള്ള ചോദ്യത്തിൽ അവിടെ ഒരു 3-4 ചോദ്യമുണ്ട്. നമുക്കൊന്ന് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മാനുഷ്യ നിലയിലും ദിവ്യ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലെ അന്തരം എന്താണെന്നാണ്. മാനുഷ്യ നിലയിലും ദിവ്യ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നതും തമ്മിലുള്ള അന്തരം എന്താണ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മാനുഷ്യ നിലയിൽ മാത്രം തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്താണ്? ചിലപ്പോൾ നമുക്ക് നന്നായി ജീവിക്കാൻ കഴിയുമെങ്കിലും ഒരിക്കലും അത് നിത്യജീവനിലേക്ക് എത്തപ്പെടുന്നില്ല. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കാരണമാകുന്നില്ല എന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ആഴ്ചയുടെ ഭാഗത്തിൽ പഠിച്ചു കഴിഞ്ഞാണ് കനാനിലേക്ക് ഒറ്റുനോക്കാൻ പോരെ 12 പേരിൽ 10 പേര് എന്ത് ചെയ്തു? ഒരു നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കാൻ കാരണം അവരൊരു മാനുഷികമായ നിലയിൽ മാത്രമാണ് ഒറ്റുനോക്കിയത് അല്ലേ? ശരിക്കും അതാണ്. അപ്പോൾ മാനുഷികമായ നിലയിൽ നമ്മൾ നോക്കുമ്പോഴെന്താണ്? ദൈവശക്തിയെ നമ്മൾ തിരിച്ചറിയുന്നില്ല, ദൈവത്തിലുള്ള വിശ്വാസവും നമുക്ക് നഷ്ടമാകുന്നു. അപ്പോൾ ദിവ്യത്വ കാഴ്ചപ്പാടിലാണ് നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത്. എന്താണ്? നമുക്ക് ഈ ഭൂമിയിലും യേശുവിൻ്റെ മാതൃക പിന്തുടരാൻ പറ്റും, തുടർന്ന് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നതിനും കാരണമായി തീരുമെന്ന്, നിത്യജീവനിലേക്ക് എത്തിച്ചേരാനും കാരണമായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതാണ് 2 കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഒന്ന്, നമുക്ക് മാനുഷിക കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. 2, നമുക്ക് ദിവ്യമായ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. പക്ഷേ ഇത് തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. നിത്യമരണത്തിൻ്റെയും നിത്യജീവൻ്റെയും വ്യത്യാസം ഈ 2 തീരുമാനങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പഠിച്ചത് എന്താണ്? ജീവൻ്റെ ഉറവായ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചും യേശു ക്രിസ്തുവിലേക്ക് വിശ്വസിക്കുന്നതിനെക്കുറിച്ചും അനുസരിക്കുന്നതിനെക്കുറിച്ചും പുനർജനിക്കുന്നതിനെക്കുറിച്ചും അനുസരിക്കാത്തവർക്ക് എന്ത് സംഭവിക്കും? ജീവൻ്റെ ഉറവ് നഷ്ടമാകുന്നതിനെക്കുറിച്ചും ഉപേക്ഷിച്ച് പോകുന്നവർക്ക് എന്താണ്? ശിക്ഷാവിധിയിൽ അകപ്പെടുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് ഈ ആഴ്ച പഠിച്ചത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ കൂടുതലായി മനസ്സിലാക്കിയ സ്ഥിതിക്ക് പരിശുദ്ധാത്മാവിനാൽ ഈ ബോധ്യം നമുക്ക് നൽകപ്പെട്ട സ്ഥിതിക്ക് എന്താണ്? നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തോത്ര സ്നേഹവാനായ ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവിനാൽ ഈ പാഠത്തെ അവിടെ നയിച്ചതിനാൽ നന്ദി അർപ്പിക്കുന്നു കർത്താവേ. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും നമുക്ക് ഒന്നുകൂടെ ബോധ്യപ്പെടുത്തി തന്നതിനാൽ നന്ദി അർപ്പിക്കുന്നു കർത്താവേ. പലതവണ കേട്ടതും പഠിച്ചതും വായിച്ചതുമാണെങ്കിൽ കൂടെയും പലപ്പോഴും ഞങ്ങൾ പ്രലോഭനങ്ങൾപ്പെട്ട് നമ്മൾ പാപത്തിന് അടിമകളായി തീരുന്നുണ്ട് കർത്താവേ. എന്നാലും നമ്മൾ ഓരോ ആഴ്ചയും ഓരോ പാഠങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിലേക്ക് ഓരോ പടിയായി അടുക്കേണ്ടതിനും പാപത്തെ പൂർണ്ണമായി നമ്മൾ ഉപേക്ഷിക്കേണ്ടതിനും പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നടത്തപ്പെടേണ്ടതിനും നമ്മൾ തന്നെ ദൈവത്തെ സമർപ്പിക്കേണ്ടതിനും ഞങ്ങളെല്ലാവരെയും പഠിപ്പിക്കുന്ന അടിയനെയും അവിടെ നിന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്താൽ നമ്മളെപ്പോഴും സംരക്ഷിക്കപ്പെടുകയും ദൈവത്തിൻ്റെ ചിറകൻ മടയിലായിരിക്കാനും യേശു ക്രിസ്തുവിൻ്റെ ചിറകൻ മറവിലായിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നടത്തപ്പെടുമാറാകണമെന്ന് യേശു ക്രിസ്തു നാമത്തെ താഴ്മയെ യാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ. ആമേൻ.